കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സെൽഫ് ഇൻഡക്ഷൻ എന്താണെന്ന് പഠിച്ചു. എന്താണ് സെൽഫ് ഇൻഡക്ഷൻ? നമുക്കറിയാം, ഒരു സോളിനോയിഡിലൂടെ AC കൊടുക്കുന്നതിൻ്റെ ഫലമായി ബാക്ക് EMF പ്രേരിതമാകുന്ന പ്രതിഭാസമാണ് സെൽഫ് ഇൻഡക്ഷൻ. നമുക്കറിയാം, AC കൊടുക്കുന്നതിന് ഫലമായിട്ട് ചാലകത്തിൽ വ്യതിയാനം വരുന്ന കാന്തിഫ്ലക്സ് ഉണ്ടാകുന്നു. ഇങ്ങനെ വ്യതിയാനം വരുന്ന കാന്തിഫ്ലക്സിൻ്റെ ഫലമായി ചാലകത്തിൽ EMF പ്രേരിതമാകുന്നുണ്ടെന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു. ഇന്ന് നമ്മൾ പുതിയ ആശയം മ്യൂച്വൽ ഇൻഡക്ഷനാണ് പഠിക്കുന്നത്. ഇപ്പം മ്യൂച്വൽ ഇൻഡക്ഷൻ എന്താണ്? ഇപ്പം മ്യൂച്വൽ ഇൻഡക്ഷൻ പഠിക്കാനായി ചെറിയൊരു പരീക്ഷണം ബോർഡ് ശ്രദ്ധിക്കുക. ഇവിടെ ഒരു സോളിനോഡ് ഉണ്ട്. നമുക്കിതിനെ ഒന്നാമത്തെ സോളിനോഡ് എന്ന് പറയാം. അതായത് പ്രൈമറി എന്ന് പറയുന്നു. ഒന്നാമത്തെ സോളിനോഡിന് പ്രൈമറി എന്നും, രണ്ടാമതൊരു സോളിനോഡ് ഉണ്ട്, ഇതിന് നമുക്ക് സെക്കൻഡറി എന്ന് പറയാം. സോളിനോഡ് എന്ന് പറയുന്നത് കവചിതമായ ചാലകം ഒരു പൈപ്പിന് മുകളിലായിട്ട് അനേകം പ്രാവശ്യം ചുറ്റിയ ഭാഗമാണ് സോളിനോയിഡ്. ഇത് പ്രൈമറി അഥവാ ഇൻപുട്ട്, ഒന്നാമത്തെ സർക്യൂട്ട് പ്രൈമറി അഥവാ ഇൻപുട്ട്, രണ്ടാമത്തെ സർക്യൂട്ട് സെക്കൻഡറി അഥവാ ഔട്ട്പുട്ടാണ്. ഈ ഔട്ട്പുട്ടിന് ഒരു LED കണക്ട് ചെയ്തിട്ടുണ്ട്. ഔട്ട്പുട്ടിനോട് ഒരു LED ഘടിപ്പിച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ നമ്മൾ 6 വോൾട്ട് AC ആണ് കൊടുക്കുന്നത്. 6 വോൾട്ട് AC കൊടുക്കാനായിട്ട് നമ്മളെ വീട്ടിലേക്ക് വരുന്ന കറണ്ട് നമുക്കറിയാം 230 വോൾട്ട് AC ആണ്. ആ 230 വോൾട്ട് ACയെ 6 വോൾട്ട് AC ആക്കിയിട്ട് കുറക്കാൻ വേണ്ടി സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ 230 വോൾട്ട് 6 വോൾട്ട് AC ആക്കിയിട്ടാണ് ഈ ഒരു പരീക്ഷണത്തിന് വേണ്ടി ഉപയോഗിക്കുന്നത്. ഇപ്പം നമ്മൾ ആ ഒന്നാമത്തെ സർക്യൂട്ടായ പ്രൈമറിയിൽ അഥവാ ഇൻപുട്ടിൽ ഞാനൊരു 6 വോൾട്ട് AC കൊടുക്കുന്നു. ഇത് ശ്രദ്ധിക്കുക. നേരത്തെ നിങ്ങൾ കണ്ടതാണ്, ഇത് ഫെറൈറ്റ് റോഡാണ്. ഫെറൈറ്റ് റോഡിന് പകരം സോഫ്റ്റ് അയൺ കോർ നമുക്ക് ഉപയോഗിക്കാം. ഈ ഫെറൈറ്റ് റോഡ് ഈ ഒന്നാമത്തെ സർക്യൂട്ടായ പ്രൈമറിയിലെ ഉള്ളിലേക്ക്, അതായത് ഇൻപുട്ടിൻ്റെ ഉള്ളിലേക്ക് കടത്തി വെക്കുന്നു. ഇതിൽ 6 വോൾട്ട് AC കൊടുക്കുന്നു. രണ്ടാമത്തെ സർക്യൂട്ടായ പ്രൈമറി ആ കോറിലേക്ക് കടത്തി വെക്കുന്നു. എന്താണ് സംഭവിക്കുന്നത് നിരീക്ഷിക്കുക. നമുക്കൊരു സെക്കൻഡറി ഘടിപ്പിച്ചിരിക്കുന്ന LED ബൾബ് പ്രകാശിക്കുന്നു. നമ്മളിപ്പോൾ ഇതിൻ്റെ പ്രൈമറിയുടെ സർക്യൂട്ട് ഡയഗ്രാം നമുക്ക് നോക്കാം. ഇതിന് പ്രൈമറി എന്ന് പറയുന്നു. ഇതിന് 6 വോൾട്ട് AC കൊടുക്കുന്നു. ഈ സർക്യൂട്ടിന് പ്രൈമറി അഥവാ ഇൻപുട്ട് എന്ന് പറയുന്നു. ഇതിനുള്ളിലേക്ക്, ഈ പ്രൈമറിയുടെ ഉള്ളിലേക്ക് ഒരു സോഫ്റ്റ് അയൺ കോർ അഥവാ സോഫ്റ്റ് അയൺ കോർ അല്ലെങ്കിൽ ഫെറൈറ്റ് റോഡ് ആയാലും മതി, ഇതിനുള്ളിലേക്ക് ഇൻസേർട്ട് ചെയ്യുന്നു. അതായത് നമുക്ക് ഈ സർക്യൂട്ടിൽ ഒരു സോഫ്റ്റ് അയൺ കോർ ഇൻസേർട്ട് ചെയ്യും, ഉള്ളിലേക്ക് കടത്തി വെക്കുന്നു. അതിനുശേഷം നമുക്ക് രണ്ടാമത്തെ സർക്യൂട്ടായ സെക്കൻഡറി അഥവാ ഔട്ട്പുട്ട് ഈ കോറിലേക്ക് കടത്തി വെക്കുക. സ്വിച്ച് ഓൺ ചെയ്യുന്നു, 6 വോൾട്ട് AC കൊടുക്കുന്നു. എന്താണ് കാണുന്നത് നിരീക്ഷിക്കുക. നമുക്ക് യാതൊരു ബന്ധവുമില്ലാതെ രണ്ടാമത്തെ സർക്യൂട്ടിൽ, അതായത് ഔട്ട്പുട്ടിൽ LED പ്രകാശിക്കുന്നത് കാണാം. അപ്പോൾ നമുക്ക് ഇവിടെ രണ്ടാമത്തെ ഒരു സർക്യൂട്ട് LED ബൾബ് നമുക്ക് സെക്കൻഡറിയിൽ LED കണക്ട് ചെയ്തിട്ടുണ്ട്. അത് പ്രകാശിക്കുന്നത് കാണാം. ഒന്നും കൂടി കാണാം.
അപ്പോൾ നമ്മൾ ഒന്നാമത്തെ സർക്യൂട്ട് പ്രൈമറി ആണ്, അതിൽ ഒരു സോഫ്റ്റ് ആൻഡ് കോർ കടത്തി വെക്കുന്നു. അതിലേക്ക് രണ്ടാമത്തെ സർക്യൂട്ടായ സെക്കൻഡറി അഥവാ ഔട്ട്പുട്ട് കടത്തി വെക്കുന്നു. ബൾബ് പ്രകാശിക്കുന്നു. ഇവിടെ ബൾബ് പ്രകാശിക്കാൻ കാരണം എന്താണ്? ഇപ്പൊ നമ്മൾ കഴിഞ്ഞ ക്ലാസ് പഠിച്ചിട്ടുണ്ട്, ഒരു ചാലകത്തിലൂടെ വൈദ്യുതി കടന്നു പോകുമ്പോൾ അതിന് ചുറ്റും കാന്തിക ഫ്ലക്സ് ഉണ്ടാവുന്നു. ഇവിടെ AC ആണ് കൊടുക്കുന്നത്. അപ്പോൾ AC കൊടുക്കുന്ന സമയത്ത് വ്യതിയാനം വരുന്ന ഒരു കാന്തിക ഫ്ലക്സ് ഉണ്ടാവുന്നു. അപ്പോൾ വ്യതിയാനം വരുന്ന കാന്തിക ഫ്ലക്സിന്റെ ഫലമായിട്ട് നമുക്കൊരു കോറ്, ഈ പച്ചിരുമ്പ് കോറ് കാന്തമായി മാറും. വ്യതിയാനം വരുന്ന കാന്തിക ഫ്ലക്സ് ഉണ്ടാകുന്ന ഒരു കോറായിട്ട് മാറുന്നു. ആ കോറിലേക്കാണ് വ്യതിയാനം വരുന്ന കാന്തിക ഫ്ലക്സ് ഉണ്ടാകുന്ന കോറിലേക്കാണ് രണ്ടാമത്തെ സർക്യൂട്ടായ സെക്കൻഡറി വെക്കുന്നത്. ഇപ്പൊ സെക്കൻഡറിന്റെ ഓരോ കമ്പിച്ചുരുളിന്റെ ഇടയിലൂടെയും കാന്തിക ബലരേഖകൾ കടന്നു പോകുന്നു. ഇപ്പൊ സെക്കൻഡറിയെ ബന്ധപ്പെട്ട കാന്തിക ഫ്ലക്സിൽ വ്യതിയാനം വരുന്നതിന്റെ ഫലമായി സെക്കൻഡറിൽ ഒരു EMF പ്രേരിതമാവുന്നു. അത് ചാലകവുമായി ബന്ധപ്പെട്ട കാന്തിക ഫ്ലക്സിൽ വ്യതിയാനം വരുന്നതിന്റെ ഫലമായി, അല്ലെങ്കിൽ കാന്തിക ഫ്ലക്സിനെ ഛേദിക്കുന്നതിന്റെ ഫലമായി ചാലകത്തിൽ EMF ഉൽപ്പാദിപ്പിക്കുന്ന പ്രക്രിയയാണ് വൈദ്യുതകാന്തിക പ്രേരണം. ആ വൈദ്യുതകാന്തിക പ്രേരണത്തിന്റെ ഫലമായിട്ട് സെക്കൻഡറിയിൽ EMF ഉണ്ടാവുന്നു. ഈ ഒരു പ്രതിഭാസത്തിനാണ് മ്യൂച്വൽ ഇൻഡക്ഷൻ എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ പ്രൈമറി സെക്കൻഡറി തമ്മിൽ യാതൊരു ബന്ധവുമില്ല. ഇപ്പൊ യാതൊരു ബന്ധവുമില്ലാത്ത രണ്ട് സർക്യൂട്ടിൽ, അതായത് ഒന്നാമത്തെ സർക്യൂട്ടിൽ AC കൊടുക്കുന്നതിന് ഫലമായി ഒരു ബന്ധവുമില്ലാത്ത രണ്ടാമത്തെ സർക്യൂട്ടിൽ EMF പ്രേരിതമാകുന്ന പ്രതിഭാസമാണ് മ്യൂച്വൽ ഇൻഡക്ഷൻ. ഇതാണ് ട്രാൻസ്ഫോമറിന്റെ തത്വം. ഇപ്പൊ ട്രാൻസ്ഫോമർ പ്രവർത്തിക്കുന്നത് മ്യൂച്വൽ ഇൻഡക്ഷൻ എന്ന് പറയുന്ന തത്വം അനുസരിച്ചിട്ടാണ്. ഇപ്പോൾ ട്രാൻസ്ഫോമറിനെ സംബന്ധിച്ച് രണ്ട് സർക്യൂട്ട് ഉണ്ട്, ഒരു പ്രൈമറിയും സെക്കൻഡറിയും. ഇപ്പോൾ പ്രൈമറി അപേക്ഷിച്ച് സെക്കൻഡറിയിൽ കമ്പിച്ചറിന്റെ എണ്ണം കൂടുതലാണെങ്കിൽ നമ്മൾ അതിനെ സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ എന്ന് പറയും. അതായത് പ്രൈമറി അപേക്ഷിച്ച് സെക്കൻഡറിയിൽ കമ്പിച്ചറിന്റെ എണ്ണം കൂടുതലാണെങ്കിൽ ഓരോ ചുറ്റിലും ഉണ്ടാകുന്ന EMFന്റെ ആകെ തുകയായിരിക്കും സെക്കൻഡറിയിൽ ഉണ്ടാകുന്നത്. അതായത് സെക്കൻഡറി വോൾട്ടത വർദ്ധിക്കുന്ന അർത്ഥം. അതാണ് സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമറിന്റെ തത്വം. ഇനി പ്രൈമറി അപേക്ഷിച്ച് സെക്കൻഡറി കമ്പിച്ചറിന്റെ എണ്ണം കുറവാണെങ്കിൽ അവിടെ പ്രേരണം ചെയ്യുന്ന EMFന്റെ അളവ് കുറവായിരിക്കും. ഇതാണ് സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമറിന്റെ തത്വം. അപ്പൊ ഇനി ഇവിടെ നമ്മളിപ്പോൾ AC ആണ് കൊടുത്തത്. AC കൊടുത്തത് കൊണ്ടാണ് സെക്കൻഡറിൽ EMF ലഭിച്ചത്. ഇനി ACക്ക് പകരം DC ആണ് നമ്മൾ ഇൻപുട്ട് കൊടുക്കുന്നതെങ്കിൽ, അതായത് പ്രൈമറിയിൽ ACക്ക് പകരം DC ആണ് കൊടുക്കുന്നതെങ്കിൽ സെക്കൻഡറിൽ EMF പ്രേരിതമാവും. നമുക്ക് നോക്കാം. ഇപ്പൊ നമ്മൾ ഈ സർക്യൂട്ട് ശ്രദ്ധിക്കുക. ഈ സർക്യൂട്ടിൽ നമ്മൾ AC കൊടുത്തപ്പോൾ ഇത് സെക്കൻഡറി ആണ്, ഇതിന് ഔട്ട്പുട്ട് എന്ന് പറയും. ഇവിടെ നമ്മൾ ഇൻപുട്ടിൽ AC കൊടുത്തത് കൊണ്ടാണ് മാറിക്കൊണ്ടിരിക്കുന്ന കാന്തി ഫ്ലക്സ് ഉണ്ടാകുന്നതും കോറ് കാന്തമായി മാറുന്നതും. സെക്കൻഡറി ബന്ധപ്പെട്ട ചുരുളിലൂടെ കാന്തിക ബലരേഖ കടന്നു പോകുന്നു. ആ കടന്നു പോകുന്ന കാന്തിക ബലരേഖക്ക് വ്യതിയാനം വരുന്നതുകൊണ്ട് കാന്തി ഫ്ലക്സ് ഛേദിക്കുന്നതുകൊണ്ട് സെക്കൻഡറിൽ EMF ഉണ്ടാകുന്നു. അതുകൊണ്ട് LED പ്രകാശിക്കുന്നു. ഇവിടെ നമ്മൾ ACക്ക് പകരം DC ആണ് കൊടുക്കുന്നതെങ്കിൽ, അപ്പോൾ 6 വോൾട്ട് ACക്ക് പകരം 6 വോൾട്ട് DC കൊടുത്താൽ ഔട്ട്പുട്ടിൽ EMF ലഭിക്കുമോ നോക്കണം. ഇവിടെ ചെറിയൊരു മാറ്റം, 6 വോൾട്ട് AC സ്രോതസ് ഒഴിവാക്കുന്നു. 6 വോൾട്ട് AC സ്രോതസ് കിട്ടുന്ന ട്രാൻസ്ഫോമർ ഞാൻ ഒഴിവാക്കുന്നു. ഇതൊരു 6 വോൾട്ട് ബാറ്ററിയാണ്, സ്റ്റോറേജ് ബാറ്ററിയാണ്. 6 വോൾട്ടാണ്, 6 വോൾട്ടാണ് ലഭിക്കുന്നത്. അപ്പോൾ നേരത്തെ ആ ഒരു സർക്യൂട്ടിൽ ശ്രദ്ധിക്കുക, പ്രൈമറി 6 വോൾട്ട് ACക്ക് പകരം 6 വോൾട്ട് DC കൊടുത്തിട്ടുണ്ട്. ഇനി ഔട്ട്പുട്ടിൽ അഥവാ സെക്കൻഡറിൽ LED പ്രകാശിക്കുമോ എന്നാണ് നമ്മൾ നോക്കേണ്ടത്. അപ്പോൾ ഞാനിതിന് 6 വോൾട്ട് DC ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞു എന്താണ് DC. ദിശ മാറാതെ EMFന്റെ അളവ് വ്യതിയാനം വരാതെ വൈദ്യുതിയാണ് DC. അപ്പോൾ നമുക്കൊരു ദിശ മാറാതെ EMFൽ വ്യതിയാനം വരാതെ വൈദ്യുതി കൊടുക്കുമ്പോൾ കാന്തിക ഫ്ലക്സിൽ വ്യതിയാനം ഉണ്ടാവുന്നില്ല. അപ്പോൾ ചാലകവുമായി ബന്ധപ്പെട്ട കാന്തിക ഫ്ലക്സിൽ വ്യതിയാനം വരാത്തത് കൊണ്ട് EMF ഉണ്ടാവാൻ സാധ്യത ഇല്ല. അത് നമുക്കൊന്ന് ഈ പരീക്ഷണത്തിലൂടെ നമുക്ക് കാണാം. ഇപ്പോൾ പ്രൈമറിയിലേക്ക് ഞാൻ DC 6 വോൾട്ട് DC കൊടുത്തിട്ടുണ്ട്. ഞാൻ ഈ സെക്കൻഡറി കോയിൽ നമുക്ക് കാണാം LED പ്രകാശിക്കുന്നില്ല. അപ്പോൾ LED പ്രകാശിക്കാതിരിക്കാൻ കാരണം നമ്മൾ നേരത്തെ പറഞ്ഞു,
ഡി സി ആണ് കൊടുക്കുന്നത്. ഡി സി കൊടുക്കുമ്പോൾ ഇവിടെ കാന്തിക ഫ്ലക്സ് ഉണ്ടാകുന്നുണ്ട്. നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഡി സി കൊടുക്കുമ്പോൾ കാന്തിക ഫ്ലക്സ് തീർച്ചയായും ഉണ്ടാകുന്നുണ്ട്. പക്ഷെ ഉണ്ടാകുന്ന കാന്തിക ഫ്ലക്സിൽ വ്യതിയാനം ഉണ്ടാകുന്നില്ല. അപ്പോൾ കാന്തിക ഫ്ലക്സിനെ ഛേദിക്കാത്തത് കൊണ്ട് EMF ഉണ്ടാകുന്നില്ല. അപ്പോൾ ഡി സി കൊടുത്തു വെച്ചിട്ടുണ്ട്, EMF ഉണ്ടാകുന്നില്ല. പക്ഷേ ഒന്ന് ശ്രദ്ധിക്കുക, ഞാൻ പെട്ടെന്ന് ആ കണക്ഷൻ അങ്ങ് സ്വിച്ച് ഓഫ് ആക്കുകയാണ്, അതായത് ഈ കണക്ഷൻ അങ്ങ് വിച്ഛേദിക്കുകയാണ്. ആ സമയത്ത് ഒന്ന് ശ്രദ്ധിക്കുക, ആ കട്ട് ചെയ്യുന്ന സമയത്ത് LED പ്രകാശിക്കുന്നത് കാണാം. ഒന്ന് ആ ബൾബ് ശ്രദ്ധിക്കുക, LED ബൾബ് ശ്രദ്ധിക്കുക. ആ കട്ട് ചെയ്യുന്ന സമയത്ത് മാത്രം ബൾബ് പ്രകാശിക്കുന്നത് കാണാം. അതേ സമയത്ത് ഓൺ ചെയ്യുന്ന സമയത്ത്, പെട്ടെന്ന് ഓൺ ചെയ്യുന്ന സമയത്ത് ഓൺ ചെയ്യുന്ന സമയത്ത് കത്തുന്നു, ഓഫ് ആക്കുമ്പോഴും കത്തുന്നു. അപ്പോൾ ഇവിടെ നമ്മൾ ഒരു കാര്യം വളരെ വ്യക്തമാണ്, ഓണാക്കുമ്പോഴും ഓഫാക്കുമ്പോഴും LED പ്രകാശിക്കുന്നുണ്ട്. അതായത് ഡി സി കൊടുക്കുമ്പോൾ നമ്മൾ ഡി സി കൊടുക്കുമ്പോൾ നമ്മൾ പറഞ്ഞു കാന്തിക ഫ്ലക്സിന് മാറ്റം ഉണ്ടാകുന്നില്ല, കാന്തിക ഫ്ലക്സിനെ ഛേദിക്കുന്നില്ല, EMF ഉണ്ടാവില്ല എന്ന് പറഞ്ഞു. പക്ഷെ ഓൺ ചെയ്യുമ്പോഴും ഓഫ് ചെയ്യുമ്പോഴും LED പ്രകാശിക്കാൻ കാരണം എന്തായിരിക്കും? അതിന് കാരണം നമുക്കൊരു ഓൺ ചെയ്യുന്ന സമയത്ത്, അതായത് ഓൺ ചെയ്യുന്ന സമയത്ത് ഈ കോയിലുണ്ട്, രണ്ട് കോയിലും ഉണ്ടാകുന്ന കാന്തിക ഫ്ലക്സ് 0 ആണ്, 0ആണ്. പെട്ടെന്ന് ഓൺ ചെയ്യുന്ന സമയത്ത് കാന്തിക ഫ്ലക്സ് പെട്ടെന്ന് വർദ്ധിക്കുന്നു. ഈ കാന്തിക ഫ്ലക്സിന്റെ മാറ്റം നിമിത്തം നമ്മൾ പറഞ്ഞു കാന്തിക ഫ്ലക്സിൽ മാറ്റം ഉണ്ടെങ്കിൽ EMF പ്രകടനം ചെയ്യും. അപ്പോൾ ഓൺ ചെയ്യുന്ന സമയത്ത് കാന്തിക ഫ്ലക്സിൽ മാറ്റം ഉണ്ടാകുന്നു, അതുകൊണ്ട് ഈ സെക്കൻഡിൽ EMF പ്രേരിതമാകുന്നു, LED പ്രകാശിക്കുന്നു. ഇനി ഓൺ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ബൾബ് പ്രകാശിക്കുന്നില്ല, കാരണം കാന്തിക ഫ്ലക്സിൽ വ്യതിയാനം ഉണ്ടാകുന്നില്ല. ഇനി പെട്ടെന്ന് കട്ട് ചെയ്യുന്ന സമയത്ത് നേരത്തെ പറഞ്ഞ നേരത്തെ നല്ല കാന്തിക ഫ്ലക്സ് ഉണ്ട്, രണ്ട് പ്രൈമറിയിലും സെക്കൻഡിലും കാന്തിക ഫ്ലക്സ് മാക്സിമം ആണ്, വ്യതിയാനം ഇല്ല, അതുകൊണ്ട് EMF ഇല്ല. പക്ഷെ പെട്ടെന്ന് കട്ട് ചെയ്യുന്ന സമയത്ത് കാന്തിക ഫ്ലക്സ് 0-ൽ എത്തുന്നു, കാന്തിക ഫ്ലക്സ് പെട്ടെന്ന് 0-ലേക്ക് എത്തുന്നു, ഒരു വ്യതിയാനം ഉണ്ടാകുന്നു. ആ വ്യതിയാനം കാരണം സെക്കൻഡറിൽ EMF ഉണ്ടാകുന്നു. അപ്പോൾ ഓണാക്കുമ്പോഴും ഓഫാക്കുമ്പോഴും ഡി സി ആയാൽ പോലും EMF പ്രേരണ ചെയ്യുന്നുണ്ട്, LED പ്രകാശിക്കുന്നുണ്ട്. ഇനി ഓൺ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ, ഡി സി ആണെങ്കിൽ ഓൺ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ LED പ്രകാശിക്കില്ല. ഇനി LED തുടർച്ചയായി പ്രകാശിക്കണമെങ്കിൽ ഡി സിക്ക് പകരം AC കൊടുക്കണമെന്ന് നമുക്ക് വ്യക്തമായി. ഇതാണ് മ്യൂച്വൽ ഇൻഡക്ഷൻ.